വിവാഹാനന്തരം ദമ്പതികൾ ഭർത്താവിൻ്റെ മാതാപിതാക്കളോടൊപ്പം കുറേക്കാലമെങ്കിലും താമസിച്ചു വരുന്ന രീതിയാണ് കണ്ടുവരുന്നത്. പെൺകുട്ടി ചെയ്യുന്ന ചില പ്രവൃത്തികൾ ഭർത്തൃമാതാവിന് ഇഷ്ടമായെന്ന് വരില്ല. കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. ചിലർ ഒരിക്കലും നീ ഗുണം പിടിക്കില്ല എന്ന രീതിയിൽ വളരെ മോശവാക്കുകളും പറഞ്ഞേക്കാം. ചില പെൺകുട്ടികൾ അത് സഹിച്ചു കഴിയും. അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ കുടുംബങ്ങളിൽ പ്രശ്നം ഉടലെടുക്കുന്നു. പെൺകുട്ടിയെ മാതാപിതാക്കൾ വിവാഹം കഴിച്ചയച്ചത് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചതിനാൽ പെൺകുട്ടികൾക്ക് അവർ അനുഭവിക്കുന്ന വിഷമതകൾ മാതാപിതാക്കളോട് പറയാൻ കഴിയാതെയും വരാം. അങ്ങനെ വിഷമിക്കുന്ന ഒട്ടേറെ പെൺകുട്ടികളുണ്ട്. രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവർ ഒന്നിച്ച് താമസിക്കുമ്പോൾ കൂടെ താമസിക്കുന്നവരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ പാളിച്ചകൾ വരിക സ്വാഭാവികമാണ്. എടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്തുവാൻ പോയാൽ അതിന് സമയമുണ്ടാവൂ. താൻ വളർത്തി വലുതാക്കിയ മകൻ്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നു. താൻ ചെയ്തു വന്ന ചുമതലകളും അവൻ്റെ സ്നേഹം തട്ടിയെടുക്കുന്നു എന്ന തോന്നൽ ചില അമ്മായിമാർക്കും ഉണ്ടാകാം. അതാകാം കുറ്റപ്പെടുത്തലുകൾക്കെല്ലാം പിന്നിൽ കാണാനിടയാകുന്നത്. തൻ്റെ മാതാപിതാക്കളെയും മറ്റു ബന്ധുക്കളെയും കൂടാതെ നീ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന രീതിയിൽ ശാപവാക്കുകൾ പറയുമ്പോൾ ഏതു പെൺകുട്ടിയിലും വിഷമം ഉണ്ടാക്കാം. അവർ അങ്ങനെ പറയുന്നതായിരുന്നു. പക്ഷേ പെൺകുട്ടിയുടെ മനസ്സിനെ വിഷമപ്പെടുത്തുന്ന ആ കാര്യം ഒരു പ്രാവശ്യമേ ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളൂ. പിന്നീടുള്ള മനോഭാവമാണ് പെൺകുട്ടിയെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞ വാക്കുകൾ പിന്നീട് പെൺകുട്ടിയുടെ മനസ്സിൽ എത്ര പ്രാവശ്യം മുഴങ്ങിക്കേട്ടത് ആലോചിക്കുമ്പോഴെല്ലാം അത് പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പ്രശ്നമായത്. അത് പറഞ്ഞ ശേഷം അമ്മായിയമ്മ സുഖമായി ഉറങ്ങി. അവർ പിന്നീട് ആ കാര്യം ഓർമ്മിച്ചു പോലും കാണില്ല. പെൺകുട്ടി ദിവസങ്ങളോളമല്ല മാസങ്ങളോളം ജീവിതം മുഴുവൻ നീറിപ്പുകയുന്നുണ്ടാകും. ഇത്തരം വിഷമതകളിൽ നിന്നും കരകയറാൻ ഒരു മനഃശാസ്ത്ര വഴിയും കൂടി സൂചിപ്പിക്കാം. നിങ്ങളെ കുറ്റപ്പെടുത്തിയും അവഹേളിച്ചും പറയുന്ന നിമിഷം ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല എന്ന, അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല എന്ന മനസ്സിനോട് സ്വയം പറയുക. മോശമായി പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് എടുക്കാതെ തിരസ്കരിക്കുക. അങ്ങനെ തന്നെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനെ പൂർണ്ണമായി റിജക്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന വഴി മനസ്സ് ശാന്തമാകും. അവരോട് പ്രതിരോധം തോന്നുകയുമില്ല. എന്തു പറഞ്ഞാലും പ്രതികരിക്കാതെയുമിരിക്കുക. അവർ പറഞ്ഞത് അവരുടെ സാംസ്കാരികത വെച്ചിട്ടാണ്. ഞാൻ അങ്ങനെ ഒരാളല്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഇങ്ങനെ തുടരുന്ന വഴി അത്തരം വാക്കുകൾ കൊണ്ട് മനസ്സിൽ മുറിവുണ്ടാക്കാതെ നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ കഴിയും. 100% ഫലപ്രദമെന്ന് കണ്ടെത്തിയ ഈ തന്ത്രം ഏവർക്കും ഗുണകരമെന്ന് ഉറപ്പു തരുന്നു.